അലക്സ്, നീരു, ജെറി, ദേവ്, ആദി, ജസ്റ്റി, ആര്യൻ ഇവർ 7 പേരും കൂട്ടുകാരാണ്. ഇവർ 7 പേരും കോളേജിൻ്റെ അടുത്ത് ഒരു ചെറിയ വീട് റെൻറ്റിനെടുത്ത് അവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇവർക്ക് കോളേജിൽ വെക്കേഷൻ തുടങ്ങി. ഇനി കുറച്ച് ദിവസം ലീവായതുകൊണ്ട് സമാധാനമായി ഇരിക്കാം. നീ പറയുന്നത് കേട്ടാ തോന്നുന്നല്ലോ നീ ഏത് സമയം പഠിപ്പാണെന്ന്, ഫ്രീ ആയി ഇരിക്കാനേ പറ്റുന്നില്ല എന്ന്. അവസരം കിട്ടി എനിക്കിട്ട് താങ്ങിക്കോണം. തുടങ്ങി 2 എണ്ണം. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത്? ലീവല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പ് പോയാലോ? അത് കൊള്ളാം. ട്രിപ്പ് പോകുവാണെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കണം. എന്തിനാ വല്ല അപകടത്തിൽ ചെന്ന് ചാടാനോ? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുന്നതല്ലേ. ട്രിപ്പ് ആകുമ്പോൾ ഇതൊക്കെ വേണ്ടേ ദേവ്? നീ ഒന്ന് സമ്മതിക്ക് ദേവ്. ശരി, എന്തെങ്കിലും ചെയ്യ്. ബാക്കിയുള്ളവരും അതിന് സമ്മതിച്ചു. എന്തായാലും ലീവ് ആയതുകൊണ്ട് നാളെ അച്ഛനെയും അമ്മയും കാണാൻ പോവാം. എന്നിട്ട് 2 ദിവസം അവരുടെ കൂടെ സ്റ്റേ ചെയ്യാം. അവരോട് അനുവാദവും ചോദിക്കണം. അപ്പോഴേക്കും ആര്യ, നീ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. ഓക്കെ, അത് ഞാൻ സെറ്റാക്കാം. എല്ലാവരും അത് സമ്മതിച്ചിട്ട് പിറ്റേ ദിവസം അവരുടെ പാരൻസിൻ്റെ അടുത്തേക്ക് പോയി. എല്ലാവരുടെയും പാരൻസ് സമ്മതിച്ചല്ലോ അല്ലേ? പിന്നല്ലാതെ. അപ്പയും അമ്മയും സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു. എന്ത്? ഒരുപാട് റിസ്ക് ഉള്ള സ്ഥലത്തൊന്നും ഞങ്ങളോട് പൊന്നുമോൻ പോകണ്ട എന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അവരോട് അത്ര വലിയ റിസ്ക് ഉള്ള സ്ഥലത്തൊന്നും അല്ല പോകുന്നത് എന്ന് പറഞ്ഞ് അവരെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു. അത് നന്നായി. എടാ ആര്യ, നീ പറഞ്ഞ കാര്യം എന്തായി? അത് ഓക്കെയാണ്. അലക്സ് പറഞ്ഞതുപോലെ അത്ര റിസ്ക് ഉള്ള സ്ഥലമൊന്നുമല്ല, ഒരു ടൗൺ ഏരിയ ആണ്. അവിടെ ഒരുപാട് കാണാനുണ്ട്, നല്ല രസമുണ്ടാവും. നീയല്ലേ പറഞ്ഞത് ട്രിപ്പ് അഡ്വഞ്ചറസ് ആകണമെന്ന്? പിന്നെന്താ ടൗൺ ഏരിയ കണ്ടുപിടിച്ചത്? എനിക്ക് റിസ്ക് ഉള്ള സ്ഥലത്ത് പോകണം എന്നാണ് ആഗ്രഹം. പക്ഷെ അലക്സിന്റെ പാരൻസിനെ പോലെ എൻ്റെ അച്ഛനമ്മയെ സമ്മതിക്കണ്ടേ? അവര് തന്നെ എനിക്ക് ഈ സ്ഥലം കണ്ടുപിടിച്ച് തന്നെ. പിന്നെ നമ്മൾക്ക് ആ ടൗണിൽ പോകണമെങ്കിൽ ഒരു കാട് കിടക്കണം. അപ്പോൾ സൂപ്പർ ആയിരിക്കും. അത് കൊള്ളാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിനക്കും ആര്യയ്ക്കും ഒരേ സ്വഭാവം തന്നെ ആണല്ലോ. അത് നീ പറഞ്ഞത് ശരിയാ. ട്രിപ്പ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് നാളെ രാവിലെ ഷാർപ്പ് 7 മണിക്ക് യാത്ര തുടങ്ങണം. എന്നാലും രാത്രി ഒരു 7 മണി ആകുമ്പോഴേക്കും അവിടെ എത്തും. അത്ര ദൂരമുണ്ടോ? കുറച്ച്. നമ്മൾ ഓരോ സ്ഥലത്ത് നിന്നല്ലേ പോകുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഏകദേശം 7 മണി എന്ന് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ തന്നെ പാക്കിങ് തുടങ്ങാമല്ലേ? നിനക്കിപ്പോൾ തുടങ്ങിയാലേ രാവിലെ ആകുമ്പോഴേക്ക് തീരും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അത് കറക്റ്റാണ്. അവനോട് ഡ്രസ്സ് എടുക്കണമെങ്കിൽ തന്നെ 1/2 മണിക്കൂർ വേണം. ആ ഡ്രസ്സ് മതിയോ, ഇത് മതിയോ എന്നെല്ലാം ചോദിച്ചോണ്ട് അങ്ങനെ നിൽക്കും. നിങ്ങളെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. ആര്യ, എത്ര ദിവസത്തെ ട്രിപ്പാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി 21 ദിവസം കൂടി ലീവ് ഉണ്ടല്ലോ. നമുക്കൊരു 15 ദിവസം അവിടെ കറങ്ങാം. എന്നാലും അവിടെ കണ്ണു തീരുമോ എന്ന് എനിക്കറിയില്ല. അത്ര സ്ഥലങ്ങൾ കാണാനുണ്ടോ? എന്നാൽ പൊളിക്കും. പാക്കിങ് തുടങ്ങാം. എല്ലാവരും എന്നെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓ ശരി. എല്ലാവരും പാക്കിങ് തുടങ്ങി. അങ്ങനെ രാത്രി 9 മണിയായി. പാക്കിങ്ങും കഴിഞ്ഞു. എല്ലാവരും വാ, നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. നാളെ നേരത്തെ എഴുന്നേൽക്കണമല്ലോ. അങ്ങനെ അവർ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോയി.